ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു സിമ്പിൾ വെള്ള നാരങ്ങ അച്ചാർ തയ്യാറാക്കിയെടുക്കാം. അതിനു മുൻപ് ഒരു കാര്യം, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നാരങ്ങ അച്ചാർ തയ്യാറാക്കുന്നതിനായിട്ട് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് 500 ഗ്രാം ചെറുനാരങ്ങയാണ്. ഇതിൽ തന്നെ 2-3 ചെറുനാരങ്ങ നന്നായിട്ട് പഴുത്ത് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും നാരങ്ങ അച്ചാറിന് കുറച്ച് കൂടുതൽ കയ്പ് തോന്നിക്കും. അത് ഒഴിവാക്കാനായിട്ട് കഴിവതും നല്ല പഴുത്ത നാരങ്ങ വേണം ഈ നാരങ്ങ അച്ചാർ തയ്യാറാക്കുന്ന സമയത്ത് എടുക്കാൻ. ആദ്യം നമുക്ക് ഈ നാരങ്ങയൊന്ന് വാട്ടിയെടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് അടുപ്പത്തേക്ക് വെക്കാം. ശേഷം ഈ വെള്ളത്തിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ ഈ എടുത്തു വെച്ച ചെറുനാരങ്ങ ഇട്ട് കൊടുക്കാം. ഈ ഇട്ട് കൊടുത്ത നാരങ്ങയുടെ പുറന്തോട് സോഫ്റ്റായി കിട്ടുന്നത് വരെ, അല്ലെങ്കിൽ ഒരു 4-5 മിനിറ്റ് കൂടി വെള്ളം നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കാം. ഇവിടെ ഇപ്പോൾ 4 മിനിറ്റ് കഴിഞ്ഞു. നാരങ്ങ നന്നായിട്ട് വാടി അതിൻ്റെ പുറന്തോടൊക്കെ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. പ്രസ് ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ശേഷം ഈ നാരങ്ങയെല്ലാം തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നാരങ്ങയിലെ ചൂട് പൂർണ്ണമായി മാറിയതിനു ശേഷം ഓരോ നാരങ്ങയും, നമ്മളിവിടെ ഒരല്പം വലിയ നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഓരോ നാരങ്ങയും 2ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത ഓരോ പീസും 4ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്നത് ചെറിയ നാരങ്ങയാണെങ്കിൽ ഓരോന്നും 4ആയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതിയാവും. ശേഷം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച നാരങ്ങയിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. നാരങ്ങയും ഉപ്പുമെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു ദിവസത്തേക്ക് നമുക്കിത് പുറത്ത് വെച്ചേക്കാം. ശേഷം തൊട്ടടുത്ത ദിവസം നമുക്കിത് അച്ചാറാക്കിയെടുക്കാം. ഇവിടെ ഇപ്പോൾ ഒരു ദിവസമായിട്ടുണ്ട്. ഇനി നമുക്കിത് അച്ചാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാനാണ് നമ്മളിവിടെ അടുപ്പത്തേക്ക് വെച്ചിട്ടുള്ളത്. ശേഷം അതിലേക്ക് ഉദ്ദേശം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് മുഴുവനായും പൊട്ടിത്തീരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു പിടി, ഉദ്ദേശം ഒരു 30 കാന്താരി മുളക് ഉണ്ടാവും, അതിട്ട് കൊടുക്കാം. പോരാത്തതിനൊരു 3 പച്ചമുളക് ചെറുതായിട്ട് നുറുക്കിയത്, കുറച്ച് കറിവേപ്പില എന്നിവയിട്ട് കറിവേപ്പില ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. അച്ചാറുണ്ടാക്കാൻ ബെസ്റ്റ് കാന്താരി മുളകാണ്. അതുകൊണ്ട് തന്നെ കാന്താരി മുളക് കൂടുതലുണ്ടെങ്കിൽ അത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരുപക്ഷെ കാന്താരി മുളക് ഇല്ല എങ്കിൽ നല്ല എരിവുള്ള 8 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴേക്കും അതിലേക്ക് 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണിൻ്റെ 1/3 ഭാഗം കായപ്പൊടി എന്നിവ ചേർത്ത് 2 സെക്കൻഡ് മൂപ്പിക്കുക. ഇവിടെ ഇപ്പോൾ ഈ ചേർത്ത് കൊടുത്ത മഞ്ഞൾപ്പൊടിയും അതുപോലെ കായപ്പൊടിയുമെല്ലാം അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ച ചെറുനാരങ്ങ ഇട്ട് കൊടുക്കാം. നാരങ്ങ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് 1 മിനിറ്റ് തീ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ ഇവിടെ ആകെ മൊത്തം നമ്മൾ ഈ നാരങ്ങ വാട്ടിയെടുക്കുന്നതിനായിട്ട് വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തത് ഉൾപ്പെടെ 2.5 ടീസ്പൂൺ ഉപ്പാണ് ഈ നാരങ്ങ അച്ചാർ തയ്യാറാക്കുന്നതിനായിട്ട് എടുത്തിട്ടുള്ളത്. ഉപ്പിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അങ്ങനെ ഇവിടെ നാരങ്ങ അച്ചാർ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂട് ആറുന്നത് വരെ ഒരു വശത്തേക്ക് മാറ്റി വയ്ക്കാം. ചൂട് നല്ലതുപോലെ ആറിയതിനു ശേഷം ഒരു വായു കടക്കാത്ത നല്ല വൃത്തിയുള്ള ഒരു ജാറിലാക്കി പുറത്തൊരു 2 ദിവസം വെച്ചേക്കാം. 2 ദിവസം കഴിഞ്ഞ് നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. കാരണം നമ്മളിതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അച്ചാർ പെട്ടെന്ന് കേടായി പോകാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് വേണം ഉപയോഗിക്കാൻ. അങ്ങനെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുള്ള പ്രതീക്ഷയോടുകൂടി അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.